സ്ലബ് സിൽക്ക് ഫാബ്രിക്കിനകത്തേക്ക് അതും ബ്രാൻഡഡ് ആയിട്ട് വന്ന കുർത്തീസിന്റെ ഓഫർ സെയിൽ വീഡിയോ ആട്ടോ. ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഈ ഒരു ഷെയ്ഡ് മാത്രമൊന്നുമല്ല, ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺസിലേക്കും പല കളേഴ്സിലേക്കും ഒക്കെ വന്നേക്കുന്നത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1299 റേറ്റിലേക്ക് MRP വന്ന പ്രൊഡക്റ്റ് ആയിരുന്നു. നമ്മളിപ്പോൾ ഇത് കൊണ്ടുവന്നേക്കുന്നത് പറഞ്ഞാൽ 999 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് എന്ന് പറഞ്ഞ റേറ്റിലേക്കാട്ടോ. കുറേ പ്രിന്റുകൾ കുറേ ടൈപ്പ് ഓഫ് എംബ്രോയിഡറി പല ഡിഫറെന്റ് കളേഴ്സിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രേപ്പ് കളറിനകത്തേക്ക് ഈ ഒരു അപ്പർ യോക്ക് പോർഷനിലേക്ക് നെക്ക് ലൈൻ്റെ താഴേക്കായിട്ടും ഫുള്ളായിട്ട് തന്നെ വന്നേക്കുന്ന നല്ല രസമുള്ള ഒരു 3D ഫിനിഷിംഗ് വന്നേക്കുന്ന നല്ല കട്ടിയുള്ള ഒരു എംബ്രോയിഡറി വർക്കിലേക്ക് വന്നേക്കുന്ന കുർത്തിയാണ്. സ്ലിറ്റഡ് പാറ്റേണിലേക്കാണ് വരുന്നത്. ലൈനിങ് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഈ കുർത്തീസിനൊന്നും തന്നെ. അപ്പോൾ ഇതിൻ്റെ പ്രൈസൊക്കെ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് 999 റേറ്റിലേക്കാണ്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ഇതൊക്കെ നമ്മൾ ഓൺലൈൻ ചെയ്ത പ്രൊഡക്റ്റുകളായിരുന്നു. അപ്പോൾ നെക്കിൻ്റെ ആ ഒരു ലൈനിലേക്ക് മാത്രമായിട്ട്, കോളറിൻ്റെ ആ ഒരു ചൈനീസ് കോളറാണ്, നെക്ക് ലൈനിലേക്ക് മാത്രമായിട്ട് എംബ്രോയിഡറി വർക്ക്, സ്ലീവ് ഫുള്ളായിട്ട് ഫ്രണ്ട് ആൻഡ് ബാക്കിലേക്ക് എംബ്രോയിഡറി വർക്ക് വരുന്ന രീതിയിലേക്ക് ഇങ്ങനെയാണ് ബാക്ക് പോർഷനിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് 999 ആണ്. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലാക്ക് ഷെയ്ഡിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൈറ്റ് ഒരു ബ്രൗൺ കളറിലെ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നൊരു പാറ്റേൺ, നമ്മുടെ ഒരു സെമി ഒരു അങ്കരംഗ പാറ്റേൺ വരുന്ന രീതിയിലേക്കാണ് ബാക്ക് പോർഷനിലേക്ക് വരുന്നത്. ഇതുപോലെയാണ്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നല്ല രസമുള്ളൊരു പീച്ച് ഷെയ്ഡിലേക്കാണ് വരുന്നത്. ഇങ്ങനെയാട്ടോ കോളർ നെക്ക് പാറ്റേണിലേക്കാണ് വരുന്നത്. സ്ലീവിലേക്കും കൂടെ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇതുപോലെയാണ്. അപ്പോൾ ഈ കുർത്തീസ് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന സൈസിനെക്കാട്ടിലും ഒരു സൈസ് വലുതെടുക്കുക. കാരണം നമ്മൾ ഫ്ലോറിക്കലും ഫ്ലോറിസ്റ്റിലും നമ്മുടെ ഓൺ ബ്രാൻഡിൽ വരുന്നതിനകത്തൊക്കെ നമ്മൾ എക്സ്ട്രാ മാർജിൻ ഇട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്, ചുരുങ്ങും എന്നുള്ളത് കൊണ്ട്. ഇതിനകത്തേക്ക് അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ ഇത് വാഷ് ചെയ്യുമ്പോൾ എന്താണെങ്കിലും കുറച്ച് ഷ്രിങ്കാകും. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് ഒരു സൈസ് വലുതെടുക്കുക കേട്ടോ. ഇതും വന്നേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നെക്ക് ലൈനിലേക്കും ഈ ഒരു ഏരിയയിലേക്കായിട്ട് എംബ്രോയിഡറി വർക്ക് ഉണ്ട്. സ്ലീവിൻ്റെ ഈ ഒരു ഫ്രണ്ട് ആൻഡ് ബാക്ക് പോർഷനിലേക്കായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ലൈറ്റ് ഒരു പേസ്റ്റൽ ഗ്രീൻ കളറിലേക്കാണ് നെക്സ്റ്റ് വൺ വന്നേക്കുന്നത്. അടുത്തത് വന്നേക്കുന്നത് നമ്മുടെ ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡിനകത്തേക്കാണ്. ഇങ്ങനെ വൺ സൈഡിലേക്കായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് വരുന്ന രീതിയിലേക്ക് ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇതുപോലെ. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് മെറൂൺ ഷെയ്ഡിനകത്തേക്ക് നല്ലൊരു ചിക്കും ബേജും കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഒരു കൈൻഡ് ഓഫ് എംബ്രോയിഡറി വർക്കാണ്. കോളർ നെക്ക് പാറ്റേണിലേക്കാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 അല്ലെങ്കിൽ 2 അത്രയും പീസസേ നമ്മുടെ കയ്യിലുള്ളൂ. ചിലപ്പോൾ XL ആയിരിക്കാം, ചിലപ്പോൾ ലാർജ് ആയിരിക്കാം, പല സൈസുകളായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഇടുന്ന ആ ഒരു സൈസ് വെബ്സൈറ്റിൽ നിങ്ങൾ കാണുന്ന ആ ഒരു സൈസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അതിൻ്റെ ഒന്നും ബാക്കിയൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്ന നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിലേക്ക് വരുന്നൊരു എംബ്രോയിഡറി വർക്കാണ്. അടുത്തത് വന്നേക്കുന്നതും നേവി ബ്ലൂ ഷെയ്ഡിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൈറ്റ് ഒരു കോപ്പർ കളറും ബ്രൗണും കൂടെ മിക്സ് ചെയ്ത് വരുന്നൊരു ഷെയ്ഡാണ്. സ്ലീവിൻ്റെ എൻ പോർഷനിലേക്കായിട്ട് നല്ല വർക്ക് എംബ്രോയിഡറി വരുന്നുണ്ട്. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇതുപോലെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നമ്മളൊരു മെറ്റാലിക് പീച്ച് ഷെയ്ഡിലേക്കാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അപ്പർ യോക്ക് പോർഷനിലേക്ക് ഗ്രീൻ ആൻഡ് ഒരു ഓഫ് വൈറ്റ് കളറിലെ എംബ്രോയിഡറി വർക്ക് കേട്ടോ. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇതുപോലെയാണ്. നമ്മൾ നേരത്തെ കണ്ട ബ്ലാക്കിൻ്റെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെറ്റാലിക് ലാവൻഡർ ഷെയ്ഡ് എന്ന് പറയാം. ആഷും ലാവൻഡറും കൂടെ മിക്സ് ചെയ്ത് വരുന്നൊരു കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. സ്ലീവ് പ്ലെയിൻ ആയിട്ടാണ്, എംബ്രോയിഡറി വർക്ക് ഇല്ല. യോക്കിലേക്കായിട്ട് നല്ല ഹെവി ആയിട്ട് വരുന്നൊരു എംബ്രോയിഡറി വർക്ക്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ബ്ലാക്ക് ഷെയ്ഡിനകത്തേക്ക് കോളർ വരുന്ന രീതിയിലേക്ക് സ്ലീവിലേക്കാട്ടോ ഇതിൻ്റെ മെയിനായിട്ട് എംബ്രോയിഡറി വരുന്നത്. ഇങ്ങനെ രീതിയിലേക്ക് ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു നെക്കിൻ്റെ താഴേക്കായിട്ട് ഈ ഇതിലേക്കൂടെ ഒരു എംബ്രോയിഡറി വർക്കും ബട്ടൺ വർക്കും കൂടെ വരുന്നുണ്ട്. കോളർ നെക്ക് പാറ്റേണിലേക്കാണ് വരുന്നത്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നമ്മുടെ ഒരു പിങ്ക് ഷെയ്ഡ്, നമ്മുടെ ഒരു റാണി പിങ്കും ഒരു വൈനും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡാണ്. ബാക്കിലേക്ക് വരുന്നത് പ്ലെയിൻ ആയിട്ട് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഫ്ലെക്സ് കോട്ടൺ ആട്ടോ മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടത് സ്ലബായിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈസ് വരുന്നത് 3XL സൈസാട്ടോ. ഫ്ലെക്സ് കോട്ടനും ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ചുരുങ്ങുന്ന തുണിയാണ്. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇതുപോലെയാണ്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡിലേക്കാണ്. ആഷ് കളറിലെ ഒരു എംബ്രോയിഡറി വർക്കാണ് വരുന്നത്. സ്ലീവിലേക്ക് എംബ്രോയിഡറി ഇല്ല, പ്ലെയിൻ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ എല്ലാം റേറ്റ് വന്നത് 1199 റേറ്റിലേക്കായിരുന്നു. നമ്മളത് 1199 റേറ്റിലേക്കായിരുന്നു നമ്മളിപ്പോൾ കൊണ്ടുവന്നേക്കുന്നത് 999 ഫ്രീ ഷിപ്പിംഗ് എന്ന് പറഞ്ഞ റേറ്റിലേക്കാട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ ഒരു ലാവൻഡർ ആൻഡ് ഒരു ബ്ലൂ ഷെയ്ഡ് മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഷെയ്ഡാണ്. അതിനകത്തേക്ക് ഈ ഒരു നെക്കിൻ്റെ അപ്പർ പോർഷനിലേക്കായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക്. സ്ലീവ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ബ്ലാക്ക് തന്നെയാണ്. ബ്ലാക്കിലേക്ക് ഫ്രണ്ടിലേക്കായിട്ട് ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് വരുന്ന രീതിയിലേക്കാണ് ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇതുപോലെ പ്ലെയിൻ ആയിട്ട്. നമ്മൾ നേരത്തെ കണ്ട ബ്ലൂവിൻ്റെ തന്നെ റെഡിഷ് മെറൂൺ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത്. ഇങ്ങനെ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക്, നല്ല കട്ടിക്ക് വന്നേക്കുന്ന ഒരു എംബ്രോയിഡറി ആട്ടോ. ഇങ്ങനെയാണ് സ്ലീവിൻ്റെ എൻ പോർഷനുകൾ വരുന്നത്. ബാക്കിലേക്ക് വരുന്നത് ഇതുപോലെ. ഇതൊന്നിനും തന്നെ ലൈനിങ് ഉണ്ടാവത്തില്ല.
നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നമ്മുടെ ഒരു മെറ്റാലിക് ലൈറ്റ് ഒരു പിങ്ക് എന്ന് പറയുന്നത് ഡബിൾ ഷെയ്ഡ് വരുന്ന ഒരു ഫാബ്രിക്കാണ്. വൺ സൈഡിലേക്കായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ഉണ്ട്. സ്ലീവിൻ്റെ എൻ പോർഷനിലേക്ക് നല്ല രസമായിട്ടുള്ള എംബ്രോയിഡറി വർക്ക്. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇതുപോലെയാണ്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നമ്മൾ ഓൺലൈൻ ചെയ്തൊരു പ്രൊഡക്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ തന്നെ സിംഗിൾ പീസ് ഇപ്പോൾ ഈ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ് ആണ്. ഈ ഒരു ലാർജ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ കേട്ടോ. നല്ല രസമായിട്ട് വന്നേക്കുന്ന ഒരു പിങ്ക് കളറിലെ എംബ്രോയിഡറി വർക്കാണ്. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇതുപോലെ. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നമ്മുടെ ഒരു ഓണിയൻ പിങ്കിൻ്റെ തന്നെ ഒരു ഷെയ്ഡ് എന്ന് പറയാം. കുറച്ചൊരു ലൈറ്റ് ഒരു പർപ്പിളും കൂടെ മിക്സ് ചെയ്ത് വന്നിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ലാവൻഡറും ഓണിയൻ പിങ്കും ഒക്കെ മിക്സ് ചെയ്ത് വരുന്നൊരു ഷെയ്ഡ് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ ഒരു വൈൻ പിങ്ക് എന്ന് പറയാം. വൈൻ റെഡും റാണി പിങ്കും കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഒരു ഷെയ്ഡാണ്. മിഡിലേക്കായിട്ടൊരു സ്ലിറ്റും കൂടെ വരുന്നുണ്ട്. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇതുപോലെയാണ്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ തന്നെ ചില സൈസുകളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഫോട്ടോസ് ആയിട്ട് ഇടാനേ ജസ്റ്റ് പറ്റുള്ളൂ. കുർത്തിയുടെ മാത്രം ഫോട്ടോ ആയിട്ട് കേട്ടോ. ഇങ്ങനെയാണ് നെക്സ്റ്റ് വൺ വരുന്നത്. നമ്മുടെ ഒരു ബ്ലൂ ഷെയ്ഡിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പീച്ച് കളറിലെ എംബ്രോയിഡറി വർക്ക്. നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ ഒരു ലൈറ്റ് ഒരു പിസ്ത ഗ്രീൻ കളറും നമ്മുടെ ഒരു ഓലിവ് ഗ്രീനൊക്കെ കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ഗ്രീനാണ്. കോളർ നെക്കിലേക്കാണ് അതിൻ്റെ എംബ്രോയിഡറി വന്നേക്കുന്നത്. ബാക്കിലേക്ക് വരുന്നത് ഇതുപോലെ. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ബ്ലാക്ക് തന്നെയാണ്. ബ്ലാക്കിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നെക്ക് ലൈനിലേക്ക് ആ വി ഷേപ്പിലേക്ക് ഒരു വർക്ക് വന്നിട്ടുണ്ട്. സ്ലീവിൻ്റെ എൻ പോർഷനിലേക്കായിട്ട് ഇതൊക്കെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നേക്കുന്ന എംബ്രോയിഡറി വർക്ക് ആട്ടോ. നല്ല കട്ടിക്ക് തിക്കായിട്ട് തന്നെ വന്നേക്കുന്നതാണ്. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇതുപോലെയാണ്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ഒരു പർപ്പിൾ ആൻഡ് ഒരു വയലറ്റ് ഷെയ്ഡ് മിക്സ് ചെയ്ത് വന്നേക്കുന്നതാണ്. കോളർ നെക്ക് പാറ്റേണിലേക്ക് തന്നെയാണ് ഈ രണ്ട് സൈഡിലേക്കായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എംബ്രോയിഡറി വർക്ക്. നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ ഒരു ബേജ് ആൻഡ് ഒരു മെറ്റാലിക് ആയിട്ട് വന്നേക്കുന്ന ഒരു ഷെയ്ഡ് എന്ന് പറയാം. ഇങ്ങനെ വരുന്നത് ഈ ഒരു വൺ സൈഡിലേക്കായിട്ട് ഫുള്ളായിട്ട് എംബ്രോയിഡറി വർക്ക് ഉണ്ട്. സ്ലീവിലേക്കും അതേപോലെ തന്നെ ആ ഒരു എംബ്രോയിഡറി വർക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വരുന്ന രീതിയിലേക്കാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ ഇപ്പോൾ കൊണ്ടുവന്നേക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 999 റേറ്റിലേക്കാണ്. അതും ഫ്രീ ഷിപ്പിങ്ങും കൂടെയാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ ഒരു ഗ്രീൻ ഷെയ്ഡ്. അക്വ ഗ്രീനേക്കാട്ടിൽ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു ഷെയ്ഡാണ്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇതുപോലെ. അപ്പം ഇത്രയും പ്രൊഡക്റ്റുകളാണുള്ളത്. ഇനിയിപ്പോൾ ഞാൻ ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെ ക്ലോസർ വ്യൂവിൽ ആ എംബ്രോയിഡറിയുടെ കട്ടിങ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഇങ്ങനെയാണ് ഒരു 3D ഫിനിഷിങ്ങോട് കൂടിയിട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് പൊങ്ങി നിൽക്കുന്ന രീതിയിലേക്കാണ് ഈ എംബ്രോയിഡറീസ് എല്ലാം തന്നെ വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് നമ്മൾ വന്നേക്കുന്നത് 999 റേറ്റിലേക്കാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ 1299 റേറ്റിലേക്കായിരുന്നു ഇതിനകത്ത് കൂടുതൽ തന്നെ വന്നേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ 999 റേറ്റിലേക്കാണ് ഇപ്പോൾ കൊണ്ടുവന്നേക്കുന്നത്. നമുക്ക് വേറെയും പ്രൊഡക്ട്സ് നമുക്ക് ഈ ബ്രാൻഡഡ് ടൈപ്പ് കുർത്തീസിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങളിലെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക.